അവർക്ക് മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ട്. ഇന്നലെ ഒരാളെ പൊക്കിയിട്ടുണ്ടല്ലോ, ഒരു യൂട്യൂബുകാരനെ. ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പത്രമാധ്യമ രംഗത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഇതുപോലത്തെ വൃത്തികെട്ട കുറേ ആളുകൾ ഇന്ന് കടന്നുകൂടിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയയുടെ സൽപ്പേരില്ലാതാക്കാൻ. അങ്ങനെയുള്ളവരൊക്കെ ഈ രംഗത്തിന് അപമാനമാണ്, മാധ്യമ രംഗത്തിന് അപമാനമാണ്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പൊക്കിയാലൊന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരൊന്നുമല്ല, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. എന്തും വിളിച്ചു പറയാമെന്ന് കരുതുന്ന ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരു ബന്ധവുമില്ല. അവരൊക്കെ സമൂഹത്തിൻ്റെ ശാപമാണ്. മുഖ്യമന്ത്രിക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ടീസ് കിട്ടുന്നുണ്ട് ഇഡിയുടെ. അത് ഇലക്ഷൻ എടുക്കുമ്പോൾ ഒന്നുകൂടെ BJPക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആര് പൊക്കിയാലും കേരളത്തിൽ BJP പൊങ്ങില്ല, അത് മറ്റൊരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർക്കുള്ള ഇഡിയുടെ ഭീഷണി കേരളത്തിൽ ഏതായാലും ഇല്ല. ഇടയ്ക്ക് ഇഡി നോട്ടീസ് അയക്കും, ഇടയ്ക്കൊന്ന് പേടിപ്പിക്കും, അതങ്ങനെ തന്നെ കെട്ടുപോകും. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇതൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പലരും മാങ്കൂട്ടത്തിലുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്.